ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത് സാലറിയുടെ പെർക്വിസിറ്റ്സ് പാർട്ടിനെ കുറിച്ചിട്ടാണ്. പെർക്വിസിറ്റ്സ് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സോ 2 വീഡിയോ ആയിട്ടാണ് ഞാൻ കവർ ചെയ്യുക. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പെർക്വിസിറ്റ്സിന്റെ ഫസ്റ്റ് പാർട്ടിനെ കുറിച്ച് ഞാൻ കവർ ചെയ്യുന്നു. എൻ്റെ കഴിഞ്ഞ വീഡിയോകളിൽ സാലറിയുടെ ബേസിക് പാർട്ടിനെ കുറിച്ച്, സാലറിയുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ്, സാലറിയുടെ അലവൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. എൻ്റെ വീഡിയോക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം എന്താണ് പെർക്വിസിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 17 സബ്സെക്ഷൻ 2 പ്രകാരം പെർക്വിസിറ്റ്സ് എന്താന്ന് ചോദിച്ചാൽ ക്യാഷ് അല്ലാതെ കൈൻഡായി കൊടുക്കുന്ന ഒരു റെമ്യൂണറേഷൻ ഉണ്ട്. ആ റെമ്യൂണറേഷനെ വിളിക്കുന്ന പേരാണ് പെർക്വിസിറ്റ്സ്. ക്യാഷ് അല്ലാതെ കൈൻഡ് ആയിട്ടാണ് ഇവിടെ റെമ്യൂണറേഷൻ പേ ചെയ്യുക. ഒന്നുകിൽ കൈൻഡായി ഒരു റെമ്യൂണറേഷൻ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റി കൊടുക്കാം, അല്ലെങ്കിൽ സാലറി കൂടാതെ അഡീഷണൽ ആയിട്ട് കൈൻഡ് ആയിട്ട് ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാം. ആ ഫെസിലിറ്റിയാണ് ദാറ്റ് ഈസ് 17 സബ്സെക്ഷൻ 2 പ്രകാരം പെർക്വിസിറ്റ്സ് ആയി, ദാറ്റ് ഈസ് സാലറിയുടെ അണ്ടറിൽ ആ പെർക്വിസിറ്റ്സ് ടാക്സ് ചാർജ് ചെയ്യും. എന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അലവൻസിനെ കുറിച്ച് പറഞ്ഞു. അലവൻസ് ഒരു സ്പെസിഫിക് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടി എംപ്ലോയർ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് അലവൻസ്. അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ഇവിടെ ക്യാഷ് അല്ലാതെ കൈൻഡ് ആയിട്ട് ഒരു റെമ്യൂണറേഷനോ ഒരു ഫെസിലിറ്റിയോ ഒരു ബെനഫിറ്റോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബെനഫിറ്റ് സെക്ഷൻ 17 സബ്സെക്ഷൻ 2 പ്രകാരം സാലറിയുടെ അണ്ടറിൽ പെർക്വിസിറ്റ് ആയി അത് ട്രീറ്റ് ചെയ്യും. ആ പെർക്വിസിറ്റ്സിന് എംപ്ലോയി ടാക്സ് പേ ചെയ്യണം. എന്താണ് പെർക്വിസിറ്റ്സ് എന്ന് ഇവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പെർക്വിസിറ്റ്സ് മീൻസ് എനി റെമ്യൂണറേഷൻ ടു എംപ്ലോയി ഇൻ കൈൻഡ്, നോട്ട് ഇൻ ക്യാഷ്. Perquisites means any casual emolument or benefit attached to an office or the position in addition to salary or wages which is availed by an employee. അതായത് എംപ്ലോയർ എംപ്ലോയിയുടെ ഓഫീസ് ഡ്യൂട്ടി പെർഫോം ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ അയാളുടെ പൊസിഷൻ കറക്റ്റ് ആയിട്ട് മെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന അഡീഷണൽ കൈൻഡ് ആയി കൊടുക്കുന്ന റെമ്യൂണറേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഫെസിലിറ്റി ഉണ്ട്, വിളിക്കുന്ന പേര് പെർക്വിസിറ്റ്സ്. Perquisites are the benefit in addition to normal salary ആണ്. നോർമൽ സാലറി കൂടാതെ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ബെനഫിറ്റ് ആണ് ദാറ്റ് ഈസ് പെർക്വിസിറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇനി എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന ആ അഡീഷണൽ ബെനഫിറ്റ് ആയിട്ടുള്ള പെർക്വിസിറ്റ്സ് ഇൻകം ടാക്സിന്റെ അണ്ടർ അല്ലെങ്കിൽ സാലറിയുടെ അണ്ടറിൽ ടാക്സബിൾ ആകണമെങ്കിൽ താഴെ 3 കണ്ടീഷൻസ് ഉണ്ട്. 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ കൊടുക്കുന്ന പെർക്വിസിറ്റ്സ് സാലറിയുടെ അണ്ടറിൽ ടാക്സബിൾ ആണ്. ഓരോന്നും പറയുന്നു. allowed by an employer to his employee or any member of his household. ഈ പറയുന്ന ഫെസിലിറ്റി എംപ്ലോയർ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ എംപ്ലോയിയുടെ ഹൗസ് ഹോൾഡ് മെമ്പേഴ്സിലെ ആർക്കെങ്കിലും ഒരാൾക്കായിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഹൗസ് ഹോൾഡ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സ്പൗസ് ആകാം, അല്ലെങ്കിൽ കുട്ടികളാകാം, അല്ലെന്നുണ്ടെങ്കിൽ ഫാദറോ മദറോ ദാറ്റ് ഈസ് ഡിപെൻഡന്റ് റിലേറ്റീവ്സ് ആയിരിക്കാം. അങ്ങനെ അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റി ഉണ്ട്. ആ ഫെസിലിറ്റി ഒന്നുകിൽ എംപ്ലോയിക്കോ എംപ്ലോയിയുടെ ഹൗസ് ഹോൾഡ് മെമ്പേഴ്സിനോ കൊടുക്കുന്ന ഫെസിലിറ്റി ആയിരിക്കണം. നെക്സ്റ്റ്, അലൗഡ് ഇൻ ദ നേച്ചർ ഓഫ് പേഴ്സണൽ അഡ്വാൻറ്റേജ് ടു എംപ്ലോയി. ഈ പറയുന്ന ഫെസിലിറ്റി അല്ലെങ്കിൽ ബെനഫിറ്റ് എംപ്ലോയിയുടെ പേഴ്സണൽ അഡ്വാൻറ്റേജിന് വേണ്ടി ആയിരിക്കണം കൊടുക്കേണ്ടത്. നെക്സ്റ്റ്, ഡിറൈവ്ഡ് ബൈ ദി വെർച്യൂ ഓഫ് എംപ്ലോയീസ് അതോറിറ്റി. ഈ പറയുന്ന ഫെസിലിറ്റി കൊടുക്കേണ്ടത് എംപ്ലോയിയുടെ അതോറിറ്റി ആയിരിക്കണം ഈ പറയുന്ന ഫെസിലിറ്റി കൊടുക്കേണ്ടത്. അങ്ങനെ ഈ 3 കണ്ടീഷൻസും, ഒന്ന് ഇത് എംപ്ലോയിക്കോ എംപ്ലോയിയുടെ ഹൗസ് ഹോൾഡ് മെമ്പേഴ്സിനോ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്, എംപ്ലോയിക്ക് ഒരു പേഴ്സണൽ അഡ്വാൻറ്റേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം കൊടുക്കേണ്ടത്. നെക്സ്റ്റ്, ഈ പറയുന്ന ഈ ഫെസിലിറ്റി എംപ്ലോയിയുടെ അതോറിറ്റി ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 17 സബ്സെക്ഷൻ 2 പ്രകാരം ആ കൊടുക്കുന്ന കൈൻഡായി കൊടുക്കുന്ന ദാറ്റ് ഈസ് റെമ്യൂണറേഷൻ അല്ലെങ്കിൽ ഫെസിലിറ്റി അല്ലെങ്കിൽ ബെനഫിറ്റ് ഉണ്ട്, അത് ദാറ്റ് ഈസ് പെർക്വിസിറ്റ്സ് ആയി ട്രീറ്റ് ചെയ്യും. ആ പെർക്വിസിറ്റ്സ് സാലറിയുടെ അണ്ടറിൽ ടാക്സബിൾ ആണ്. പെർക്വിസിറ്റ്സിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഒന്ന് exempted perquisites, 2 taxable perquisites, 3 partly taxable and partly exempted perquisites. അതിൽ ഒന്നാമത്തത് exempted perquisites. താഴെ കുറച്ച് perquisites പറയുന്നുണ്ട്. ആ perquisites that is fully exempted ആയിരിക്കും, അല്ല എങ്കിൽ ഒരു സ്പെസിഫിക് എമൗണ്ട് വെച്ച് exempted ആയിരിക്കും. അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുക. ഒന്നാമത്തെ ഐറ്റം റിഫ്രഷ്മെന്റ്. ഓഫീസ് ഡ്യൂട്ടി പെർഫോം ചെയ്യുന്ന സമയത്ത് എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന ടീ,
നോൺ ആൽക്കഹോളിക് ബിവറേജസ്, ആൽക്കഹോൾ ഇല്ലാത്ത നോൺ ആൽക്കഹോളിക് ബിവറേജസ്, സ്നാക്സ്. ഒന്നുകിൽ ഇത് മൂന്നുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ, ദാറ്റ് ഈസ് എംപ്ലോയർ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റിഫ്രഷ്മെന്റ് ഓഫീസ് ഡ്യൂട്ടി പെർഫോം ചെയ്യാൻ വേണ്ടിയാണ് കൊടുക്കുക. സോ അതുകൊണ്ട് എക്സംപ്റ്റഡ് ആണ്, ടാക്സബിൾ അല്ല, എക്സംപ്റ്റഡ്. ഫ്രീ മീൽസ് ₹50 per meals is exempted. 50 രൂപ വരെ ഫ്രീ മീൽസ് എക്സംപ്റ്റഡ്, ബാലൻസ് ടാക്സബിൾ. എക്സാമ്പിൾ, 70 രൂപയാ എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുത്ത ഫ്രീ മീൽസ് 70 രൂപയാണ്. 50 രൂപ എക്സംപ്റ്റഡ്, ബാക്കി 20 രൂപ ടാക്സബിൾ. ഫ്രീ റേഷൻ പറയേണ്ട കാര്യമില്ല, അറിയായിരിക്കും. ഫ്രീ റേഷൻ ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. ഗുഡ്സ് മാനുഫാക്ചർഡ് ബൈ എംപ്ലോയർ സോൾഡ് ടു എംപ്ലോയി അറ്റ് എ കൺസെഷൻ റേറ്റ്. എംപ്ലോയർ മാനുഫാക്ചർ ചെയ്ത ഗുഡ്സ് എംപ്ലോയിക്ക് കൺസെഷൻ റേറ്റിൽ കൊടുക്കുകയാണ്. കൺസെഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാളും, പബ്ലിക്കിന് ഔട്ട്സൈഡ് കൊടുക്കുന്നതിനേക്കാളും ഒരു കുറഞ്ഞ റേറ്റിന് കൊടുക്കുകയാണ്. പ്രോഫിറ്റ് ഒക്കെ റിമൂവ് ചെയ്ത് ഒരു റെഡ്യൂസ്ഡ് പ്രൈസിൽ കൊടുക്കുകയാണ്. അങ്ങനെ ഒരു കൺസെഷൻ റേറ്റിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആ പെർക്വിസിറ്റ്സ് ദാറ്റ് ഈസ് എക്സംപ്റ്റഡ് ആണ്. കൺവെയൻസ് ഫെസിലിറ്റി, എംപ്ലോയിക്ക് ഓഫീസ് ഡ്യൂട്ടി പെർഫോം ചെയ്യാൻ വേണ്ടി റെസിഡൻസിൽ നിന്നും സ്വന്തം ഓഫീസിലേക്ക് വരണം. അങ്ങനെ വരാൻ വേണ്ടി എംപ്ലോയർ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അറേഞ്ച് ചെയ്യാണ്. അതായത് എംപ്ലോയിയുടെ റെസിഡൻസിൽ നിന്നും ഈ പറയുന്ന എംപ്ലോയറുടെ ഓഫീസിലേക്ക് വരാൻ വേണ്ടി എംപ്ലോയർ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അറേഞ്ച് ചെയ്തു. ആ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി കൺവെയൻസ് ഫെസിലിറ്റി ദാറ്റ് ഈസ് എക്സംപ്റ്റഡ് ആണ്. ട്രെയിനിങ് കോസ്റ്റ്, എംപ്ലോയിക്ക് അയാളുടെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാൻ വേണ്ടി ട്രെയിനിങ് കൊടുക്കും. ആര് കൊടുക്കും? എംപ്ലോയർ കൊടുക്കും. അങ്ങനെ എംപ്ലോയർ കൊടുക്കുന്ന ആ ട്രെയിനിങ് ഉണ്ട്, ആ ട്രെയിനിങ്ങിന് വേണ്ടി ഇൻക്വയർ ചെയ്യുന്ന കോസ്റ്റ് ഉണ്ട്, ദാറ്റ് ഈസ് അത് എക്സംപ്റ്റഡ് പെർക്വിസിറ്റ്സിൽ എടുക്കും. ഫ്രീ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി അപ് ടു ₹1000 per month per child, ദാറ്റ് ഈസ് നോ റെസ്ട്രിക്ഷൻസ്. ഫ്രീ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി, എംപ്ലോയിയുടെ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്ന ഫ്രീ എഡ്യൂക്കേഷൻ ഉണ്ട്. ഒരു കുട്ടിക്ക് ₹1000 വെച്ച് പെർ മന്ത് ദാറ്റ് ഈസ് എക്സംപ്റ്റഡ് ആണ്. അവിടെ റെസ്ട്രിക്ഷൻസ് ഇല്ല. അതായത് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസിലും ഹോസ്റ്റൽ അലവൻസിലും ദാറ്റ് ഈസ് മാക്സിമം 2 എന്ന് പറയുന്ന ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഫ്രീ എഡ്യൂക്കേഷൻ ഫെസിലിറ്റിയിൽ ആ ലിമിറ്റ് ഇല്ല. എത്ര കുട്ടികൾ വേണമെങ്കിലും ആകാം. ഒരു കുട്ടിക്ക് ₹1000 പെർ മന്ത് വെച്ച് ദാറ്റ് ഈസ് ഫ്രീ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി എക്സംപ്റ്റഡ് ആക്കി കൊടുക്കും. അപ്പോൾ ആദ്യം പറഞ്ഞത് റിഫ്രഷ്മെന്റ് ഓഫീസ് ഡ്യൂട്ടി പെർഫോം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ടീ, സ്നാക്സ്, നോൺ ആൽക്കഹോളിക് ബിവറേജ് എക്സംപ്റ്റഡ്. ഫ്രീ മീൽസ് ₹50 വരെ എക്സംപ്റ്റഡ്. ഫ്രീ റേഷൻ, ഗുഡ്സ് മാനുഫാക്ചർഡ് ബൈ എംപ്ലോയർ സോൾഡ് ടു എംപ്ലോയി അറ്റ് കൺസെഷൻ റേറ്റ്. കൺവെയൻസ് ഫെസിലിറ്റി എന്ന് പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, ദാറ്റ് ഈസ് ട്രെയിനിങ് കോസ്റ്റ്, ദാറ്റ് ഈസ് എംപ്ലോയിയുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫ്രീ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി. ഒരു കുട്ടിക്ക് ₹1000 പെർ മന്ത് വെച്ച് ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. അവിടെ റെസ്ട്രിക്ഷൻസ് ഇല്ല. നെക്സ്റ്റ്, മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ എംപ്ലോയർ. എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടി മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യും. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം മസ്റ്റ് ആണ്. ദാറ്റ് ഈസ് എംപ്ലോയിക്ക് ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ആക്സിഡന്റോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അവിടെ അത് റെക്ടിഫൈ ചെയ്യണം. അതിനുവേണ്ടി ദാറ്റ് ഈസ് എംപ്ലോയർ എംപ്ലോയിയുടെ പേര് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കും. അങ്ങനെ ആ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അത് എക്സംപ്റ്റഡ് പെർക്വിസിറ്റ്സ് ആണ്. പീരിയോഡിക്കൽസ് ആൻഡ് ജേർണൽസ്, നമ്മുടെ ഓഫീസ് ഡ്യൂട്ടി പെർഫോം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് എംപ്ലോയിക്ക് കുറച്ച് നോളജും സ്കില്ലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ദാറ്റ് ഈസ് പീരിയോഡിക്കൽസും ജേർണൽസും നമ്മൾ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന പീരിയോഡിക്കൽസും ജേർണൽസും ഉണ്ട്, എക്സംപ്റ്റഡ് പെർക്വിസിറ്റ്സ് ആണ്. എംപ്ലോയിക്ക് കൊടുക്കുന്ന ടെലഫോൺ മൊബൈൽ ഫെസിലിറ്റി, ദാറ്റ് ഈസ് എംപ്ലോയിയെ കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അയാൾക്ക് അയാളുടെ ഓഫീസ് ഡ്യൂട്ടി പെർഫോം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ടെലഫോൺ മൊബൈൽ ഫെസിലിറ്റി ദാറ്റ് ഈസ് എക്സംപ്റ്റഡ് പെർക്വിസിറ്റ്സ് ആണ്. മെഡിക്കൽ ഫെസിലിറ്റി അറ്റ് ഓഫീസ്, നമ്മുടെ ഓഫീസിൽ വെച്ച് കൊടുക്കുന്ന മെഡിക്കൽ ഫെസിലിറ്റി. മെഡിക്കൽ ഫെസിലിറ്റി വേറെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. ഇപ്പൊ തൽക്കാലം നമ്മുടെ ഓഫീസിൽ വെച്ച് പ്രൊവൈഡ് ചെയ്യുന്ന മെഡിക്കൽ ഫെസിലിറ്റി ഉണ്ട്, ദാറ്റ് ഈസ് എക്സംപ്റ്റഡ് പെർക്വിസിറ്റ്സ് ആണ്. ഹെൽത്ത് ക്ലബ്ബ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, ദാറ്റ് ഈസ് ഹെൽത്ത് ക്ലബ്ബും സ്പോർട്സ് ക്ലബ്ബ് നമ്മുടെ കമ്പനിക്കകത്ത് അല്ലെങ്കിൽ എംപ്ലോയർ എംപ്ലോയിക്ക് ഹെൽത്ത് ക്ലബ്ബോ സ്പോർട്സ് ക്ലബ്ബ് ഫെസിലിറ്റിയോ പ്രൊവൈഡ് ചെയ്യും, ദാറ്റ് ഈസ് എക്സംപ്റ്റഡ് പെർക്വിസിറ്റ്സ് ആണ്. കമ്പ്യൂട്ടർ ഓർ ലാപ്ടോപ്പ് ഫെസിലിറ്റി, എംപ്ലോയിക്ക് ഓഫീസ് ഡ്യൂട്ടി പെർഫോം ചെയ്യാൻ വേണ്ടി എംപ്ലോയർ കൊടുക്കുന്ന കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഫെസിലിറ്റി ഉണ്ട്, എക്സംപ്റ്റഡ് പെർക്വിസിറ്റ്സ്. Perquisites provided to chairman or retired chairman or member and retired member of UPSC Union Public Service Commission like chairman, retired chairman, member, retired member ക്ക് കൊടുക്കുന്ന that is perquisites ഉണ്ട്, that is exempted ആണ്. അലവൻസിലും ഇവർക്ക് that is exempted ആണ്. So ഇവിടെ perquisites exempted ആണ്. Service rendered outside India, ഒരു ഇന്ത്യൻ സിറ്റിസൺ, that is ഇന്ത്യയിലെ റെസിഡന്റ് ആയിരിക്കുന്ന ഒരു പേഴ്സൺ that is outside ഇന്ത്യയിൽ ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടി ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാണ്.
അങ്ങനെ ഇന്ത്യ ഗവൺമെന്റ് ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ഒരു പെർക്വിസിറ്റ്സ് പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പെർക്വിസിറ്റ്സ് ദാറ്റ് ഈസ് എക്സംപ്റ്റഡ് പെർക്വിസിറ്റ്സ് ആണ്. ഇത്രയുമാണ് ദാറ്റ് ഈസ് എക്സംപ്റ്റഡ് പെർക്വിസിറ്റ്സിൽ മെയിൻ ആയിട്ട് വരിക. പിന്നീട് ഞാൻ പറഞ്ഞ ഐറ്റം ദാറ്റ് ഈസ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം, എംപ്ലോയർ കൊടുക്കുന്ന മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം എക്സംപ്റ്റഡ്, പീരിയോഡിക്കൽസും ജേർണൽസും എക്സംപ്റ്റഡ്, ടെലിഫോൺ ഫെസിലിറ്റി, മൊബൈൽ ഫെസിലിറ്റി എക്സംപ്റ്റഡ്, മെഡിക്കൽ ഫെസിലിറ്റി അറ്റ് ഓഫീസ് ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്, ഹെൽത്ത് ക്ലബ്ബ്, സ്പോർട്സ് ക്ലബ്ബ് എക്സംപ്റ്റഡ്, കമ്പ്യൂട്ടർ ആൻഡ് ലാപ്ടോപ്പ് എക്സംപ്റ്റഡ്, അതേപോലെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലെ ചെയർമാൻ, റിട്ടയർഡ് ചെയർമാൻ, മെമ്പർ, റിട്ടയർഡ് മെമ്പർ കൊടുക്കുന്ന പെർക്വിസിറ്റ്സ് എക്സംപ്റ്റഡ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു ഔട്ട്സൈഡ് ഒരു സർവീസ് പെർഫോം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന പെർക്വിസിറ്റ്സ് ഉണ്ട്, ദാറ്റ് ഈസ് എക്സംപ്റ്റഡ് പെർക്വിസിറ്റ്സ്. ഇനി പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം ഓൾറെഡി ഞാൻ ഒരു പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ, വോളണ്ടറി ബോണസ്. ഞാൻ ബോണസിനെ രണ്ട് കാറ്റഗറിയായി ഡിവൈഡ് ചെയ്തു. ഒന്ന് കോൺട്രാക്ച്വൽ ബോണസും, രണ്ട് വോളണ്ടറി ബോണസും. കോൺട്രാക്ച്വൽ ബോണസ് സാലറി പറഞ്ഞ സമയത്ത് അവിടെ ടാക്സബിൾ ആണ്. സോ വോളണ്ടറി ബോണസ് ഉണ്ട്, വോളണ്ടറി ബോണസ് അണ്ടർ പെർക്വിസിറ്റ്സിന്റെ അണ്ടറിൽ ടാക്സബിൾ ആണ്. ഇത്രയുമാണ് ദാറ്റ് ഈസ് എക്സംപ്റ്റഡ് പെർക്വിസിറ്റ്സിൽ വരുന്ന ഐറ്റംസ്. അപ്പോ എക്സംപ്റ്റഡ് പെർക്വിസിറ്റ്സിനെ കുറിച്ച് സംസാരിച്ചു. ഇനി ടാക്സബിൾ പെർക്വിസിറ്റ്സിലേക്ക് പോവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും എക്സാമിന് വെരി വെരി ഇമ്പോർട്ടന്റ്, എല്ലാ എക്സാമിനും സാധാരണ ഒരു ബികോം എക്സാം ആയാലും ശരി, ഒരു CA, ഒരു CMA, CS എക്സാം ഏതായാലും ശരി, അവിടെ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ഇൻകം ടാക്സിലെ സാലറിയുടെ അണ്ടറിൽ ദാറ്റ് ഈസ് RFA, റെന്റ് ഫ്രീ അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ, ദാറ്റ് ഈസ് RFA എന്ന് പറയുന്ന ഐറ്റം. നമ്മൾ HRA കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു. HRA ഹൗസ് റെന്റ് അലവൻസ്. എംപ്ലോയർ എംപ്ലോയിക്ക് റെന്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു എമൗണ്ട് കൊടുക്കും, ഒരു അലവൻസ് കൊടുക്കും, വിളിക്കുന്ന പേര് HRA. ആ HRA എങ്ങനെയാണ് ടാക്സബിൾ കാര്യങ്ങളെ കുറിച്ച് മൊത്തം ഡിസ്കസ് ചെയ്തു. ഇവിടെ പറയുകയാണ് RFA, വാല്യൂ ഓഫ് റെന്റ് ഫ്രീ അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ. ഈ പറയുന്ന HRA എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്നില്ല, പകരം എംപ്ലോയർ എംപ്ലോയിക്ക് ഒരു അക്കോമഡേഷൻ കൊടുക്കുകയാണ്. ആ അക്കോമഡേഷൻ രണ്ട് രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫർണിഷ്ഡ് ഉണ്ട്, അൺഫർണിഷ്ഡ് ഉണ്ട്. ഫർണിച്ചർ ഉൾപ്പെടെയുള്ള അക്കോമഡേഷൻ കൊടുക്കാം, ഫർണിച്ചർ ഇല്ലാതെ അക്കോമഡേഷൻ കൊടുക്കാം. അതിൽ ആദ്യം പറയേണ്ടത് ദാറ്റ് ഈസ് വാല്യൂ ഓഫ് റെന്റ് ഫ്രീ അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ RFA. അതായത് റെന്റ് ഫ്രീ ആക്കിക്കൊണ്ട് ഒരു അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ എംപ്ലോയർ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യാണ്. അതിനെ കുറിച്ചിട്ടാണ് എങ്ങനെയാണ് അതിന്റെ ടാക്സബിൾ. RFA റൂൾ 3 സബ്സെക്ഷൻ 1 പ്രകാരം RFA എങ്ങനെയാണ് ടാക്സബിൾ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. RFA 3 പേർക്ക് RFA പ്രൊവൈഡ് ചെയ്യാം. ഞാൻ RFA 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് ജഡ്ജ്, ഒഫീഷ്യൽസ് ഓഫ് പാർലമെന്റ്, യൂണിയൻ മിനിസ്റ്റർ, ലീഡർ ഒപ്പോസിഷൻ ഇൻ ദി പാർലമെന്റ്. രണ്ട് അതർ എംപ്ലോയീസ്, 3 ഗവൺമെന്റ് എംപ്ലോയീസ്. ഈ 3 പേരുടെയും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. ആദ്യം ജഡ്ജ്, ഒഫീഷ്യൽസ് ഓഫ് പാർലമെന്റ്, യൂണിയൻ മിനിസ്റ്റർ, ലീഡർ ഒപ്പോസിഷൻ ഇൻ ദ പാർലമെന്റ്. ജഡ്ജ് സുപ്രീം കോടതി ജഡ്ജ്, ഹൈക്കോടതി ജഡ്ജ്, that is officials of parliament, union minister, leader opposition in the parliament. ഇവർക്ക് കൊടുക്കുന്ന that is unfurnished accommodation ഉണ്ട്, that is fully exempted, tax ഇല്ല, fully exempted. Next അതർ എംപ്ലോയീസ് പറയുന്നതിന് മുമ്പ് ഗവൺമെന്റ് എംപ്ലോയി പറയാം. ഗവൺമെന്റ് എംപ്ലോയീസ് നമ്മൾ റിട്ടയർമെന്റ് പറഞ്ഞപ്പോഴൊക്കെ നമുക്ക് ഗവൺമെന്റ് എംപ്ലോയിക്ക് കിട്ടുന്ന എല്ലാം ദാറ്റ് ഈസ് എക്സംപ്റ്റ് ആണ്. പക്ഷെ ഇവിടെ ടാക്സബിൾ ആണ്. ഗവൺമെന്റ് എംപ്ലോയിക്ക് RFA കൊടുത്താൽ ടാക്സബിൾ ആണ്. എങ്ങനെയാണ് ടാക്സബിൾ എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു ലൈസൻസ് ഫീ ഉണ്ട്, ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്ന ഒരു ലൈസൻസ് ഫീ ഉണ്ട്. ആ ലൈസൻസ് ഫീ പ്രകാരം RFA ടാക്സബിൾ ആണ്. ഇനി പറയാനുള്ളത് അതർ എംപ്ലോയീസ് ആണ്. അതാണ് ഇമ്പോർട്ടന്റ്. അതർ എംപ്ലോയീസ് ഗവൺമെന്റ് എംപ്ലോയി അല്ല, ദാറ്റ് ഈസ് ഒഫീഷ്യൽസ് ഓഫ് പാർലമെന്റ് അല്ല, ജഡ്ജസ് അല്ല, ഇവരല്ലാതെ അതർ എംപ്ലോയീസിനെ എംപ്ലോയർ ഒരു RFA പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ RFA ആ കൊടുക്കുന്ന എംപ്ലോയർ കൊടുക്കുന്ന ഹൗസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഹൗസ് ഓൺഡ് ബൈ എംപ്ലോയർ, ഹൗസ് ഹയേർഡ് ബൈ എംപ്ലോയർ. ഒന്നുകിൽ എംപ്ലോയറുടെ സ്വന്തം ഹൗസ് ഇയാൾക്ക് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ എംപ്ലോയർ ഒരു ഹൗസ് ഹയർ ചെയ്ത് വാടകയ്ക്ക് എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൗസ് ഓൺഡ് ബൈ എംപ്ലോയർ ആണെങ്കിൽ അവിടെ RFAയുടെ വാല്യൂ അല്ലെങ്കിൽ പെർക്വിസിറ്റ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് സ്പെസിഫിക് പെർസെന്റേജ് ഓഫ് സാലറി ആണ്. ആരുടെ സാലറി എന്ന് വെച്ചാൽ എംപ്ലോയിയുടെ സാലറിയുടെ സ്പെസിഫിക് പെർസെന്റേജ് RFA ആയിട്ട് ട്രീറ്റ് ചെയ്യും. എങ്ങനെയാണ് സ്പെസിഫിക് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദി പോപ്പുലേഷൻ ഓഫ് ദി പ്ലേസ് ഓഫ് അക്കോമഡേഷൻ. എവിടെയാണോ അക്കോമഡേഷൻ കൊടുക്കുന്നത് ആ അക്കോമഡേഷൻ കൊടുക്കുന്ന പ്ലേസിലെ പോപ്പുലേഷൻ നോക്കിയിട്ട് ഒരു സ്പെസിഫിക് പെർസെന്റേജ് ഉണ്ട്. ആ സ്പെസിഫിക് പെർസെന്റേജ് ആയിരിക്കും ദാറ്റ് ഈസ് എംപ്ലോയിയുടെ സാലറിയുടെ ആ സ്പെസിഫിക് പെർസെന്റേജ് RFA ആയിട്ട് ട്രീറ്റ് ചെയ്യും. തൊട്ടപ്പുറത്ത് ഹൗസ് ഹയേർഡ് ബൈ എംപ്ലോയർ, ഹൗസ് വാടകയ്ക്കെടുത്താണ് എംപ്ലോയർ കൊടുക്കുന്നതെങ്കിൽ ഒന്ന് റെന്റ് പെയ്ഡ് ബൈ എംപ്ലോയർ, എംപ്ലോയർ കൊടുക്കുന്ന റെന്റ്, ഓർ
15% of salary of employee. എംപ്ലോയിയുടെ സാലറിയുടെ 15%, whichever is lower. ഒന്നുകിൽ എംപ്ലോയർ കൊടുക്കുന്ന റെന്റ് അല്ലെങ്കിൽ എംപ്ലോയിയുടെ സാലറിയുടെ 15%, whichever is lower ഏതാണോ that is lower, that is perquisites ആയി ട്രീറ്റ് ചെയ്യും. അപ്പൊ RFA ആണ് പറഞ്ഞത്. that is value of rent free unfurnished accommodation rule 3 subsection 1. അത് പ്രകാരം ഒന്ന് that is judge, officials of parliament, union minister, leader opposition in the parliament fully exempted. ഗവൺമെന്റ് എംപ്ലോയിക്ക് RFA ടാക്സബിൾ ആണ്, ലൈസൻസ് ഫീ പ്രകാരം ടാക്സബിൾ ആണ്. നെക്സ്റ്റ് അതർ എംപ്ലോയീസ് രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് ഹൗസ് ഓൺഡ് ബൈ എംപ്ലോയർ, ഹൗസ് ഹയേർഡ് ബൈ എംപ്ലോയർ. ഹൗസ് ഓൺഡ് ബൈ എംപ്ലോയർ ആണെങ്കിൽ സാലറിയുടെ സ്പെസിഫിക് പെർസെന്റേജ്, ഹൗസ് എവിടെയാണോ സിറ്റുവേറ്റ് ചെയ്യുന്നത് അവിടുത്തെ പോപ്പുലേഷൻ നോക്കിയിട്ട് സ്പെസിഫിക് പെർസെന്റേജ് ഓഫ് സാലറി ഓഫ് എംപ്ലോയി RFA ആയിട്ട് ട്രീറ്റ് ചെയ്യും. തൊട്ടുപുറത്ത് ഹൗസ് ഹയേർഡ് ബൈ എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ എംപ്ലോയർ കൊടുക്കുന്ന റെന്റ് ഓർ എംപ്ലോയിയുടെ സാലറിയുടെ 15%, whichever is lower ഏതാണോ ലോവർ RFA ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇത് നമുക്ക് പറയാനുള്ളത് that is specific percentage of salary depending upon population വെച്ചിട്ടുള്ള സ്പെസിഫിക് പെർസെന്റേജ്, അതിലേക്ക് പോകാം. അപ്പോ അതർ എംപ്ലോയീസിന് കൊടുക്കുന്ന ഹൗസ് ഓൺഡ് ബൈ എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ എവിടെയാണോ അക്കോമഡേഷൻ കൊടുക്കുന്നത് ആ അക്കോമഡേഷൻ കൊടുക്കുന്ന സ്ഥലത്തെ പോപ്പുലേഷന്റെ ഒരു സ്പെസിഫിക് പെർസെന്റേജ്, പോപ്പുലേഷനെ ബേസ് ചെയ്ത് ഒരു സ്പെസിഫിക് പെർസെന്റേജ് ഓഫ് സാലറി ആണ് അവിടെ RFA ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ആ സ്പെസിഫിക് പെർസെന്റേജ് ഓഫ് സാലറി ഡിപ്പെൻഡിങ് അപ്പോൺ പോപ്പുലേഷനെ കുറിച്ചാണ് പറയുക. ആദ്യം പോപ്പുലേഷൻ നോട്ട് എക്സീഡിങ് 10 lakh, പോപ്പുലേഷൻ 10 ലക്ഷത്തിൽ കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സ്പെസിഫിക് പെർസെന്റേജ് എന്ന് പറയുന്നത് 7.5% ഓഫ് സാലറി ആണ്. എംപ്ലോയിയുടെ സാലറിയുടെ 7.5% RFA ആയിട്ട് ട്രീറ്റ് ചെയ്യും. നെക്സ്റ്റ് പോപ്പുലേഷൻ എക്സീഡിങ് 10 lakh to 25 lakh, 10 ലക്ഷത്തിന് മുകളിൽ പോപ്പുലേഷൻ എക്സീഡ് ചെയ്തു പക്ഷെ 25 lakhന് അകത്താണെന്നുണ്ടെങ്കിൽ അവിടെ 10% ഓഫ് സാലറി ഓഫ് എംപ്ലോയി ആണ് പെർക്വിസിറ്റ് ആയി ട്രീറ്റ് ചെയ്യുക. നെക്സ്റ്റ് പോപ്പുലേഷൻ എക്സീഡിങ് 25 lakh ആണെന്നുണ്ടെങ്കിൽ 15% ഓഫ് സാലറി ഓഫ് എംപ്ലോയി. അപ്പൊ 10 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ 7.5, 10 ലക്ഷം തൊട്ട് 25 ലക്ഷം വരെയാണെന്നുണ്ടെങ്കിൽ 10%, 25 ലക്ഷത്തിന് എബോവ് പോപ്പുലേഷൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയിയുടെ സാലറിയുടെ 15% RFA ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇനി അപ്പം സാലറി എന്താണെന്ന് പറയണം. സാലറിക്കകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? സോ സാലറി ഈസ് ഈക്വൽ ടു ബേസിക് സാലറി ഞാൻ പറഞ്ഞിട്ടുണ്ട്. DA ഫോമിംഗ് പാർട്ട് ആണ് ഇവിടെ എടുക്കേണ്ടത്. DA ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് പ്ലസ് ഓൾ കമ്മീഷൻ, 3 കമ്മീഷൻ ഉണ്ട്. കമ്മീഷൻ ഓൺ ടേൺ ഓവർ, കമ്മീഷൻ ഓൺ പ്രോഫിറ്റ്, ഫിക്സഡ് കമ്മീഷൻ, 3 കമ്മീഷനും എടുക്കും. പ്ലസ് കോൺട്രാക്ച്വൽ ബോണസ്, ഞാൻ ബോണസിന് 2 പറഞ്ഞു. കോൺട്രാക്ച്വൽ ബോണസ് ഉണ്ട്, വോളണ്ടറി ബോണസ് ഉണ്ട്. വോളണ്ടറി ബോണസ് പെർക്വിസിറ്റ്സിന്റെ പാർട്ടാണ്, സോ വോളണ്ടറി ബോണസ് എടുക്കത്തില്ല, കോൺട്രാക്ച്വൽ ബോണസ്. പ്ലസ് ഓൾ അതർ ടാക്സബിൾ അലവൻസ്, നമ്മൾ തൊട്ട് മുമ്പ് അലവൻസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. ആ ടാക്സബിൾ ആയിരിക്കുന്ന അലവൻസ് ഉണ്ട്. ഇത്രയുടെയും സമ്മാണ് ഇവിടുത്തെ സാലറി എന്ന് പറയുന്ന ഐറ്റം. സാലറി ഈസ് ഈക്വൽ ടു ബേസിക് സാലറി പ്ലസ് DA ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് പ്ലസ് ഓൾ കമ്മീഷൻ പ്ലസ് കോൺട്രാക്ച്വൽ ബോണസ് പ്ലസ് ഓൾ അതർ ടാക്സബിൾ അലവൻസ്. ഇത്രയാണ് RFA. ഈ RFA ചെറിയൊരു നോട്ട് പറയാനുണ്ട്, അതിനെക്കുറിച്ചാണ് പറയുക. എക്സംഷൻ ഓഫ് 90 days ഇൻ കേസ് ഓഫ് അലോട്ട്മെന്റ് ഓഫ് 2 ഹൗസ്. ഒരു 90 ദിവസത്തെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്, അതിനെക്കുറിച്ചാണ് സംസാരിക്കുക. എന്താന്ന് ചോദിച്ചാൽ എംപ്ലോയി ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്നും മറ്റൊരു പ്ലേസിലേക്ക് ട്രാൻസ്ഫർ ആയി പോയി. അപ്പൊ ഇപ്പം ഒരു പ്ലേസിൽ, ഇപ്പൊ വർക്ക് ചെയ്യുന്ന പ്ലേസിൽ എംപ്ലോയർ ഒരു അക്കോമഡേഷൻ കൊടുത്തിട്ടുണ്ട്. ആ അക്കോമഡേഷൻ വെക്കേറ്റ് ചെയ്യുന്നില്ല, അത് ഒഴിവാക്കാതെ ആ അക്കോമഡേഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ എംപ്ലോയി അടുത്ത പ്ലേസിലേക്ക് പോവുകയാണ്. അവിടെ വീണ്ടും എംപ്ലോയർ മറ്റൊരു അക്കോമഡേഷൻ കൊടുക്കുകയാണ്. അപ്പോ ഒരേ സമയം അറ്റ് എ ടൈം 2 അക്കോമഡേഷൻ നമുക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 90 ദിവസത്തെ കണ്ടീഷൻ, 90 ദിവസം വരെ ഈ 2 അക്കോമഡേഷനും കയ്യിലുണ്ടെങ്കിൽ 2 അക്കോമഡേഷന്റെയും RFA കണ്ടുപിടിക്കും. അതില് ലോവർ ഏതാണോ ലോവർ RFA ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇനി 90 ദിവസം കഴിഞ്ഞാലോ, 90 ദിവസം വരെ ഇദ്ദേഹത്തിന് വെക്കേറ്റ് ചെയ്യാമായിരുന്നു ഒരു അക്കോമഡേഷൻ. 90 ദിവസം കഴിഞ്ഞിട്ടും ഈ 2 അക്കോമഡേഷൻ ആണ് കയ്യിലിരിക്കുന്നതെങ്കിൽ അതില് 2 അക്കോമഡേഷന്റെയും വാല്യൂ RFA ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ 90 ദിവസത്തിൽ വരെ, 90 ദിവസം വരെയാണെങ്കിൽ ഈ 2 അക്കോമഡേഷനിലെയും ലോവർ RFA ഏതാണോ അതാണ് RFA ആയിട്ട് ട്രീറ്റ് ചെയ്യുക. 90 ദിവസം കഴിഞ്ഞാലോ രണ്ട് ഹൗസിന്റെയും വാല്യൂ RFA ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതാണ് പറയുക. Where an employee is transferred from one place to another and is provided with an accommodation at a new place also, the value perquisite shall be taken for only one such house having the lower value for the period not exceeding 90 days. Thereafter,
the value of both such house are taxable. 90 ദിവസം വരെ ഈ രണ്ട് അക്കോമഡേഷനിലെയും ലോവർ വാല്യൂ ഉള്ള അക്കോമഡേഷൻ ഏതാണോ അത് പെർക്വിസിറ്റ് ആയി എടുത്താൽ മതി. 90 ദിവസം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഈ അക്കോമഡേഷൻ കയ്യിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഹൗസും ടാക്സബിൾ ആണ്. ഇതാണ് that is value of rent free unfurnished accommodation RFA rule 3 subsection 1. Next, രണ്ടാമത്തെ കാറ്റഗറി valuation of rent free furnished accommodation. നേരത്തെ unfurnished കേസ് ആണ് പറഞ്ഞത്. ഇത് പറയാൻ പോകുന്നത് furnished accommodation ആണ്. വിളിക്കുന്ന പേര് RFFA, value of rent free furnished accommodation RFFA. RFFA നേരത്തെ നമ്മൾ RFA കണ്ടുപിടിച്ചു. അവിടെ ഫർണിച്ചർ ഇല്ല. ഇവിടെ ഫർണിച്ചർ കൂടെ കൊടുക്കുകയാണെങ്കിൽ that is simple പരിപാടി. taxable value of RFFA is equal to taxable value of RFA. നമ്മൾ തൊട്ട് മുമ്പ് taxable value of RFA എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പഠിച്ചു. ആ കിട്ടുന്ന taxable value of RFA യുടെ കൂടെ taxable value of ഫർണിച്ചറും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ RFFA അവിടെ കിട്ടും. തൊട്ട് മുമ്പ് taxable value of RFA നമ്മൾ പറഞ്ഞു. അവിടെ other employees നാണ് ഇമ്പോർട്ടൻസ്. other employees house owned by employer, house hired by employer എങ്ങനെ എടുക്കും നമ്മൾ പറഞ്ഞു. ആ കിട്ടുന്ന value of taxable RFA ഉണ്ട്. അതിന്റെ കൂടെ taxable value of ഫർണിച്ചറും കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും that is RFFA, that is value of rent free furnished accommodation. taxable value of RFA കുറിച്ച് ഞാൻ ഇനി സംസാരിക്കുന്നില്ല. taxable value of furniture എങ്ങനെയാണ് എടുക്കുക എന്ന് പറയാ. taxable value of furniture അതിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. furniture owned by employer, furniture hired by employer. എംപ്ലോയറുടെ സ്വന്തം ഫർണിച്ചർ ആണെങ്കിൽ, furniture owned by employer ആണെങ്കിൽ ആ ഫർണിച്ചറിന്റെ ഒറിജിനൽ കോസ്റ്റിന്റെ 10% that is taxable value of furniture ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇനി ഫർണിച്ചർ ഹയർഡ് ബൈ എംപ്ലോയർ, ഇത് ഹയറിന് എടുത്ത് കൊടുക്കുകയാണ്, വാടകയ്ക്ക് എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എംപ്ലോയർ കൊടുക്കുന്ന ഹയർ ചാർജസ് ഉണ്ട്, അത് പെർക്വിസിറ്റ് ആയി that is RFFA ആയിട്ട് RFFA ടാക്സിബിൾ വാല്യൂ ഫർണിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ ടാക്സിബിൾ വാല്യൂ ഫർണിച്ചർ രണ്ടെണ്ണം, that is ഫർണിച്ചർ ഓൺഡ് ബൈ എംപ്ലോയർ, that is ഫർണിച്ചർ ഹയർഡ് ബൈ എംപ്ലോയർ. ഫർണിച്ചർ ഓൺഡ് ബൈ എംപ്ലോയർ ആണെങ്കിൽ ഫർണിച്ചറിന്റെ ഒറിജിനൽ കോസ്റ്റിന്റെ 10% ടാക്സിബിൾ വാല്യൂ. ദെൻ ഫർണിച്ചർ ഹയർഡ് ബൈ എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ ആ കൊടുക്കുന്ന ഹയർ ചാർജസ്. അപ്പോൾ ഒരു സംശയം വരാം, ഇപ്പോ രണ്ടും വരാം. ഇപ്പോ എംപ്ലോയർ ഓൺഡ് ബൈ ആണ്, that is ഹയർ ചാർജസും ആണ്, രണ്ടും കൂടെ ചേർന്ന് വരിക. ഒരു 5 ലക്ഷം രൂപയുടെ ഫർണിച്ചർ കൊടുക്കുകയാണ്, അതിൽ 3 ലക്ഷം രൂപ that is എംപ്ലോയുടെ സ്വന്തമാണ്, ബാക്കി 2 ലക്ഷം രൂപയുടെ ഫർണിച്ചർ ഹയർ ആണ് എങ്കിൽ 3 ലക്ഷത്തിന്റെ 10% പ്ലസ് ഈ പറയുന്ന 2 lakh അതിന് കൊടുക്കുന്ന ഹയർ ചാർജസ് ഉണ്ട്, അത് രണ്ടും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടാക്സിബിൾ വാല്യൂ ഓഫ് ഫർണിച്ചർ ആയി. ആ ടാക്സിബിൾ വാല്യൂ ഓഫ് ഫർണിച്ചറിന്റെ കൂടെ ടാക്സിബിൾ വാല്യൂ ഓഫ് RFA കൂടെ അങ്ങോട്ട് എടുത്താൽ that is ടാക്സിബിൾ വാല്യൂ ഓഫ് RFFA ആയി. അവിടെ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ഫർണിച്ചറിനകത്ത് റെഫ്രിജറേറ്റർ, ടെലിവിഷൻ, റേഡിയോ, എയർ കണ്ടീഷണർ ആൻഡ് അതർ ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് ഇൻക്ലൂഡ് ചെയ്യാം. The above rules is applicable to government as well as non-government employee. ഈ പറയുന്ന ഫർണിച്ചറിന്റെ വാല്യൂ കൺസിഡർ ചെയ്യുന്നത് ഗവൺമെന്റ് എംപ്ലോയിക്കും അതേപോലെ നോൺ ഗവൺമെന്റ് എംപ്ലോയിക്കും. നേരത്തെ ഗവൺമെന്റ് എംപ്ലോയിക്കുള്ള RFA കണ്ടുപിടിക്കുന്നത് ലൈസൻസ് ഫീ എന്ന് പറഞ്ഞു. അയാൾക്ക് ഫർണിച്ചർ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും ആ പറയുന്ന രീതിയിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക. ഇതാണ് that is taxable value of RFAയും RFFAയും. നെക്സ്റ്റ്, വാല്യൂ ഓഫ് അക്കോമഡേഷൻ പ്രൊവൈഡഡ് അറ്റ് എ കൺസെഷൻ റേറ്റ്. തൊട്ട് മുമ്പ് പറഞ്ഞ RFAയും RFFAയും എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു കൺസെഷൻ റേറ്റിലാണ്. അതായത് ഈ പറഞ്ഞ ഫെസിലിറ്റിക്ക് വേണ്ടി എംപ്ലോയി ഒരു നിശ്ചിത തുക കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എംപ്ലോയർ കൊടുക്കുന്ന റെന്റിന്റെ കുറച്ച് പോർഷൻ എംപ്ലോയർക്ക് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കൺസെഷൻ റേറ്റിലാണ് ഈ പറഞ്ഞ അക്കോമഡേഷൻ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും അവിടുത്തെ ടാക്സിബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ്, അതിനെക്കുറിച്ചാണ് പറയുക. Valuation will be made if the rent-free accommodation is provided and the amount so computed will be reduced by rent payable by employee. ഈ പറഞ്ഞ അക്കോമഡേഷന് എംപ്ലോയി ഒരു റെന്റ് പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ടാക്സിബിൾ വാല്യൂ പെർക്വിസിറ്റ് റെഡ്യൂസ് ആകും. ആ റെഡ്യൂസ് ആകുന്നത് എങ്ങനെയാണെന്ന് പറയാം. വാല്യൂ ഓഫ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ ആസ് യൂഷ്വൽ, സാധാരണ തൊട്ടുമുമ്പ് പറഞ്ഞ രീതിയിൽ RFAയും RFFAയും രീതി നമ്മൾ സാധാരണ രീതിയിൽ കണ്ടുപിടിച്ചു, ആ എമൗണ്ട് അങ്ങോട്ട് എഴുതി വെച്ചു. ലെസ് the rent payable by employee to employer for the above facility. മുകളിൽ പറഞ്ഞ ഈ ഫെസിലിറ്റിക്ക് വേണ്ടി എംപ്ലോയർക്ക് ഒരു നിശ്ചിത റെന്റ് പേ ചെയ്തു എങ്കിൽ ആ പേ ചെയ്ത റെന്റ് ലെസ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യിപ്പിക്കുക, ബാക്കി കിട്ടുന്ന എമൗണ്ട് ഉണ്ട്, ഈ എമൗണ്ട് ആണ് ടാക്സിബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ ഒരു RFAയോ അല്ലെങ്കിൽ RFFA ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി എംപ്ലോയർക്ക് ഒരു 10,000 രൂപ ചെലവായി.
അതിൽ ഒരു 2000 രൂപ എംപ്ലോയി കൊടുക്കുകയാണ് എങ്കിൽ 10,000-ൽ നിന്നും 2000 ലെസ് ചെയ്ത് ബാക്കി 8,000 രൂപയായിരിക്കും അവിടെ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് ആയിട്ട് എടുക്കുക. ഈ പറഞ്ഞ റൂള്, മുകളിൽ പറഞ്ഞ ഈ റൂള് ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ശരി, ഗവൺമെന്റ് എംപ്ലോയിക്കും ഈ എബോവ് പറഞ്ഞ റൂള് അപ്ലൈ ചെയ്യും. നെക്സ്റ്റ്, അക്കോമഡേഷൻ പ്രൊവൈഡഡ് ഇൻ എ ഹോട്ടൽ. ഒരു ഹോട്ടലിലാണ് ഈ പറഞ്ഞ എംപ്ലോയിക്ക് ഒരു അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ എങ്ങനെ ആയിരിക്കും ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് കണ്ടുപിടിക്കുക? ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ഷാൽ ബി ദ മിനിമം ഓഫ് ദി ഫോളോയിങ്. താഴെ പറയുന്ന രണ്ട് സിറ്റുവേഷൻ ഉണ്ട്, രണ്ട് എമൗണ്ട് ഉണ്ട്. അതിലെ മിനിമം എമൗണ്ട് ഏതാണോ, മിനിമം എമൗണ്ട് ദാറ്റ് ഈസ് വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ആയി ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഒരു ഹോട്ടലിലാണ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ താഴെ പറയുന്ന രണ്ട് എമൗണ്ട് ഉണ്ട്. രണ്ട് എമൗണ്ടിലെ മിനിമം എമൗണ്ട് ഏതാണോ, മിനിമം എമൗണ്ട് പെർക്വിസിറ്റ് ആയി ട്രീറ്റ് ചെയ്യും. ഒന്ന്, 24% of salary for the period such accommodation is provided. ആ അക്കോമഡേഷൻ, ആ ഹോട്ടലിൽ അക്കോമഡേഷൻ കൊടുത്ത ആ പീരീഡ് ഉണ്ട്, ആ പീരീഡിലെ സാലറിയുടെ 24% ഓർ ആക്ച്വൽ ചാർജസ് പെയ്ഡ് ഓർ പേബിൾ ടു ഹോട്ടൽ. ഈ പറയുന്ന ഹോട്ടലിന് കൊടുത്ത ആക്ച്വൽ ചാർജസ് പെയ്ഡ് ഓർ പേബിൾ ഉണ്ട്. ഈ രണ്ട് എമൗണ്ടിലെ ലോവർ എമൗണ്ട് ഏതാണോ, ലോവർ എമൗണ്ട് ടാക്സബിൾ വാല്യൂ പെർക്വിസിറ്റ് ആയി എടുക്കും. ഒന്ന്, 24% ഓഫ് സാലറി ഫോർ പീരീഡ് ഓഫ് ദി സച്ച് അക്കോമഡേഷൻ ഇസ് പ്രൊവൈഡഡ്. എത്ര നാളെ ഈ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യോ അത്രയും നാളത്തെ സാലറിയുടെ 24%, അല്ലെങ്കിൽ ഈ ഹോട്ടലിൽ കൊടുത്ത ദാറ്റ് ഈസ് ചാർജസ്, അതിലെ വിച്ചെവർ ഈസ് ലോവർ ഏതാണോ, ലോവർ ദാറ്റ് ഈസ് ടാക്സബിൾ വാല്യൂ പെർക്വിസിറ്റ്സ്. ഇനി പറയുന്നുണ്ട്, however if the following conditions are not satisfied then nothing is taxable. താഴെ പറയുന്ന രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ ടാക്സബിൾ വാല്യൂ പെർക്വിസിറ്റ്സ് ഇല്ല. അവിടെ ഹോട്ടൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ടാക്സബിൾ വാല്യൂ ഇല്ല. ഒന്ന്, such accommodation is provided for a period not exceeding in the aggregate of 15 days. അക്കോമഡേഷൻ കൊടുക്കുന്നത് 15 ദിവസത്തിൽ കൂടാൻ പാടില്ല. അപ്പൊ 15 ദിവസത്തിൽ താഴെ ഒരു ഹോട്ടലിൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യാൻ എന്ത് പർപ്പസിനാണെന്ന് വെച്ചാൽ, സച്ച് അക്കോമഡേഷൻ ഈസ് പ്രൊവൈഡഡ് ഓൺ ദി ട്രാൻസ്ഫർ ഓഫ് എംപ്ലോയി ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് എംപ്ലോയി ട്രാൻസ്ഫർ ആയി പോയി. അപ്പൊ ട്രാൻസ്ഫർ ആയി ചെല്ലുന്ന സ്ഥലത്ത് പെട്ടെന്ന് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യും, ഹോട്ടലിൽ അക്കോമഡേഷൻ, പുതിയ അക്കോമഡേഷൻ കിട്ടുന്നവരെ ഒരു ഹോട്ടലിൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ആ 15 ദിവസം വരെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആകുമ്പോൾ പോയി കൊടുക്കുന്ന ആ അക്കോമഡേഷൻ ഉണ്ട്. ആ 15 ദിവസം വരെ കൊടുക്കുന്ന ഹോട്ടലിൽ കൊടുക്കുന്ന അക്കോമഡേഷൻ ഉണ്ട്, അതിന് ടാക്സബിൾ വാല്യൂ ഇല്ല. അവിടെ പറയുന്നുണ്ട്, ഒരു നോട്ട് പറയുന്നുണ്ട്, if employee pay any rent the values of determined shall be reduced by the rent actually paid or payable by the employee. അവിടെ നേരത്തെ പറഞ്ഞു, നമ്മൾ എംപ്ലോയർക്ക് എംപ്ലോയി ഒരു റെന്റ് പേ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പറയുന്ന റെന്റ് അവിടെ റെഡ്യൂസ് ചെയ്യും, എന്നിട്ടായിരിക്കും നമ്മൾ ടാക്സബിൾ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക. ഇവിടെയും അത് തന്നെയാണ് പറയുക. പിന്നെ പറയുന്നുണ്ട്, if the facility is provided for more than 15 days then the perquisite is exempted for 15 days and thereafter is taxable. Example, if the facility has been provided for 45 days then taxable perquisite shall be only for the 30 days. ഇനി 45 ദിവസം, മൊത്തം ഒരു 45 ദിവസം ഒരു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ 15 ദിവസം വരെ that is perquisites taxable അല്ല. അതിനുശേഷം perquisites taxable ആണ്. അങ്ങനെയാണെങ്കിൽ 45 ദിവസത്തില് 15 ദിവസം വരെ ടാക്സ് ഇല്ല. ബാക്കിയുള്ള 30 ദിവസത്തെ ആയിരിക്കും perquisites ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇതാണ് that is perquisites, that is RFA, RFFA, then ഹോട്ടലിൽ കൊടുക്കുന്ന അക്കോമഡേഷൻ. ഒരു കാര്യം പറയാനുണ്ട്, ചില സ്റ്റുഡൻസ്, ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഒരു സ്റ്റുഡൻസ് ചില ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുകയാണ്, വാല്യൂ ഓഫ് that is റെന്റ് ഫ്രീ ഫർണിഷ്ഡ് അക്കോമഡേഷൻ RFFA ആണ് പറയുക. അപ്പൊ ചില കുട്ടികൾ ആദ്യം RFA കമ്പ്യൂട്ട് ചെയ്യും. RFA കമ്പ്യൂട്ട് ചെയ്ത് നമ്മൾ എമൗണ്ട് അങ്ങോട്ട് കാണിച്ചു. ദെൻ അതിന്റെ കൂടെ നമ്മൾ ഫർണിച്ചറിന്റെ വാല്യൂ കൂടെ, ഫർണിച്ചറിന്റെ ടാക്സബിൾ വാല്യൂ കൂടെ എടുത്താൽ ആൻസർ ആയി. ഇപ്പൊ ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്, RFA അങ്ങോട്ട് എഴുതി വെക്കും, പിന്നീട് RFFA എന്ന് പറഞ്ഞ് RFA കണ്ടുപിടിച്ചതിന്റെ കൂടെ വീണ്ടും ഫർണിച്ചറിന്റെ വാല്യൂ ആഡ് ചെയ്ത് വീണ്ടും ഈ എമൗണ്ട് എടുത്ത് എഴുതി വെക്കും. അങ്ങനെ എഴുതരുത്, ഏതെങ്കിലും ഒന്ന് മതി. ഇപ്പൊ RFFA ആണെങ്കിൽ RFAയുടെ കൂടെ ഫർണിച്ചർ ആഡ് ചെയ്യുക. ഇനി ഫർണിച്ചറിൽ RFA മാത്രമാണെങ്കിൽ RFA മാത്രം അവിടെ കോട്ട് ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് കോട്ട് ചെയ്യേണ്ടത്, രണ്ടും അവിടെ കോട്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല. നെക്സ്റ്റ്, വാല്യുവേഷൻ ഓഫ് പെർക്വിസിറ്റ്സ് ഇൻ റെസ്പെക്ട് ഓഫ് യൂസ് ഓഫ് മൂവബിൾ അസറ്റ്, റൂൾ 3 സബ്സെഷൻ 7. റൂൾ 3 സബ്സെഷൻ 7 പ്രകാരം എംപ്ലോയിക്ക് ഒരു മൂവബിൾ അസറ്റ് ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അവിടെ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ്, എങ്ങനെയാണ് പെർക്വിസിറ്റ്സിന്റെ ട്രീറ്റ്മെന്റ്, ഇതിനെ കുറിച്ചിട്ടാണ് പറയുക. അതിൽ പറയുന്നുണ്ട്, മൂവബിൾ അസറ്റ് ഗിവൺ ഫോർ യൂസ്. അതായത്
ഒരു മൂവബിൾ അസറ്റ് എംപ്ലോയർ എംപ്ലോയിക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തു. അതിനെ ഞാൻ 3 കാറ്റഗറിയായി ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, മൊബൈൽ. രണ്ട് അതർ അസറ്റ്സ് ഫോർ പേഴ്സണൽ യൂസ്. നെക്സ്റ്റ് അതർ അസറ്റ്സ് ഫോർ ഒഫീഷ്യൽ യൂസ്. എംപ്ലോയർ എംപ്ലോയിക്ക് ഓഫീസ് ഡ്യൂട്ടി പെർഫോം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് ദാറ്റ് ഈസ് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ ഞാൻ തുടക്കത്തിലെ പറഞ്ഞു, എക്സംപ്റ്റഡ് പെർക്വിസിറ്റ്സിൽ പറഞ്ഞു എംപ്ലോയർ കൊടുക്കുന്ന ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, ടെലഫോൺ ഉണ്ട്, ദാറ്റ് ഈസ് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഇവിടെയും പറയുന്നു ഫുള്ളി എക്സംപ്റ്റഡ്. അപ്പോ ഓഫീസ് പർപ്പസിന് വേണ്ടി ഒരു അസറ്റ് കൊടുത്താൽ ഫുള്ളി എക്സംപ്റ്റഡ്. കമ്പ്യൂട്ടറും ലാപ്ടോപ്പും മൊബൈലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ്. അപ്പോൾ ഇത് രണ്ടുമല്ലാത്ത പേഴ്സണൽ പർപ്പസിന് വേണ്ടി കൊടുക്കുന്ന, പേഴ്സണൽ യൂസിന് വേണ്ടി കൊടുക്കുന്ന അസറ്റ്സ് ഉണ്ട്. ആ പേഴ്സണൽ യൂസിന് കൊടുത്താൽ പേഴ്സണൽ അഡ്വാൻറ്റേജ് ആണെങ്കിൽ ടാക്സബിൾ ആണെന്ന് പറഞ്ഞു. പേഴ്സണൽ പർപ്പസിന് വേണ്ടി കൊടുക്കുന്ന ആ അസറ്റ് ഉണ്ട്, ആ അസറ്റ് ആണ് ടാക്സബിൾ. ആ അസറ്റിനെ 2 കാറ്റഗറിയായി ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് അസറ്റ് ഓൺഡ് ബൈ എംപ്ലോയർ, അസറ്റ് ഹയർഡ് ബൈ എംപ്ലോയർ. ഈ കൊടുക്കുന്ന മൂവബിൾ അസറ്റ് എംപ്ലോയറുടെ സ്വന്തം അസറ്റ് ആയിരിക്കും, ദാറ്റ് ഈസ് ഓൺഡ് ബൈ എംപ്ലോയർ. അല്ലെങ്കിൽ എംപ്ലോയർ വാടകയ്ക്ക് എടുത്തിട്ട് കഴിക്കും, ദാറ്റ് ഈസ് ഹയറിനായിരിക്കും എടുത്തു കൊടുക്കുക. ഇനി ഓൺഡ് ബൈ എംപ്ലോയർ ആണെങ്കിൽ എംപ്ലോയറുടെ സ്വന്തം അസറ്റ് ആണ് എടുത്തു കൊടുക്കുന്നതെങ്കിൽ ആ അസറ്റിന്റെ ഒറിജിനൽ കോസ്റ്റിന്റെ 10% ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ആയി ട്രീറ്റ് ചെയ്യും. ഇനി ഹയറിനാണ് എടുത്തു കൊടുക്കുന്നതെങ്കിൽ ആ എംപ്ലോയർ ആക്ച്വലി കൊടുക്കുന്ന ഹയർ ചാർജസ് ഉണ്ട്, ആ ഹയർ ചാർജസ് ആണ് ദാറ്റ് ഈസ് ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ്. അപ്പോ ഒരു മൂവബിൾ അസറ്റ് എംപ്ലോയർ എംപ്ലോയിക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും മൊബൈൽ ഫോണും ആണെന്നുണ്ടെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ്. ഓഫീസ് പർപ്പസിന് വേണ്ടി ഒരു അസറ്റ് കൊടുക്കുകയാണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ്. അപ്പോൾ പേഴ്സണൽ പർപ്പസിന് വേണ്ടി കൊടുക്കുന്ന അസറ്റ് ഉണ്ട്, അതാണ് ടാക്സബിൾ പെർക്വിസിറ്റ്സ്. ഒന്ന് ദാറ്റ് ഈസ് ഓൺഡ് ബൈ എംപ്ലോയർ, രണ്ട് ഹയർഡ് ബൈ എംപ്ലോയർ. ഓൺഡ് ബൈ എംപ്ലോയർ ആണെങ്കിൽ ദാറ്റ് ഈസ് ആ അസറ്റിന്റെ ഒറിജിനൽ കോസ്റ്റിന്റെ 10% വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ്. ഇനി ഹയറിനാണെങ്കിൽ ഹയർ ചാർജസ് ഉണ്ട്, ആ ഹയർ ചാർജസ് ആണ് എംപ്ലോയർ കൊടുക്കുന്ന ഹയർ ചാർജസ് ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ്. നെക്സ്റ്റ് കാറ്റഗറി valuation of perquisites in respect of movable asset sold by employer to its employee. നേരത്തെ യൂസ് ആണ് പറഞ്ഞത്, ഇത് സോൾഡ് ആണ് പറയുക. ഒരു മൂവബിൾ അസറ്റ് എംപ്ലോയർ എംപ്ലോയിക്ക് വിറ്റു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് അതിന്റെ ട്രീറ്റ്മെന്റ് റൂൾ 3 സബ്സെക്ഷൻ 7 പ്രകാരം അതിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് മൂവബിൾ അസറ്റ് സോൾഡ് ടു എംപ്ലോയി. മൂവബിൾ അസറ്റ് എംപ്ലോയിക്ക് വിൽക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ദാറ്റ് ഈസ് 3 കാറ്റഗറി. ഒന്ന് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, പ്രിന്റർ. സെക്കൻഡ് കാറ്. ഇത് രണ്ടുമല്ലാത്ത എനി അതർ അസറ്റ് ഇൻക്ലൂഡിംഗ് ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് ഉൾപ്പെടെയുള്ള എനി അതർ അസറ്റ്. അതിലെ ഫസ്റ്റ് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, പ്രിന്റർ. ഇവിടെ മൊബൈൽ ഫോൺ ഇല്ല, സാധാരണ മൊബൈൽ ഫോൺ അങ്ങനെ വിൽക്കാറില്ല. മൊബൈൽ ഫോൺ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് എംപ്ലോയർക്ക് പണി കിട്ടും. സോ അതുകൊണ്ട് കമ്പ്യൂട്ടറും ലാപ്ടോപ്പും പ്രിന്ററുമാണ് ഇവിടെ എടുക്കുന്ന 3 അസറ്റ്. ഈ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും പ്രിന്ററും വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആദ്യം എംപ്ലോയർ വാങ്ങിയ ഒരു പ്രൈസ് ഉണ്ട്, ആ പ്രൈസ് അവിടെ റെഡ്യൂസ് ചെയ്യും. കാരണം നിങ്ങൾക്ക് അറിയാം ഡിപ്രീസിയേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ഡിപ്രീസിയേഷൻ അവിടെ ചാർജ് ചെയ്യുക. എന്നാണോ വാങ്ങിയത് അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള സെയിൽ നടക്കുന്ന അന്ന് വരെയുള്ള ഡിപ്രീസിയേഷൻ അവിടെ റെഡ്യൂസ് ചെയ്യിപ്പിക്കുക. ഡിപ്രീസിയേഷൻ ദാറ്റ് ഈസ് റേറ്റ് 50% ആണ്. മെത്തേഡ് മെയിൻ ആയിട്ട് 2 മെത്തേഡ് ആണ് ഇൻകം ടാക്സിൽ ഫോളോ ചെയ്യുക. ഒന്ന് WDBയും, രണ്ട് ദാറ്റ് ഈസ് SLഉം. ഇവിടെ അപ്ലൈ ചെയ്യേണ്ട മെത്തേഡ് WDB ആണ്. റിട്ടേൺ ഡൗൺ വാല്യൂ പ്രകാരം 50% ഡിപ്രീസിയേഷൻ 50% ഓരോ വർഷവും റെഡ്യൂസ് ചെയ്ത് വിൽക്കുന്നതിന്റെ അന്നത്തെ ദാറ്റ് ഈസ് വാല്യൂലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അതിൽ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഫസ്റ്റ് കമ്പ്യൂട്ടറും ലാപ്ടോപ്പും പ്രിന്ററും ഡിപ്രീസിയേഷൻ 50%, മെത്തേഡ് WDB. കാറ് ഡിപ്രീസിയേഷന്റെ റേറ്റ് 20%, മെത്തേഡ് WDB തന്നെയാണ്. ഇനി എനി അതർ അസറ്റ് ഇൻക്ലൂഡിംഗ് ഹൗസ് ഹോൾഡ് അപ്ലയൻസസ്. ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എനി അതർ അസറ്റ്സ് ആണെങ്കിൽ ഡിപ്രീസിയേഷന്റെ റേറ്റ് 10% ആണ്. മെത്തേഡ് SLM ആണ് ഇവിടെ ഫോളോ ചെയ്യേണ്ട മെത്തേഡ്. ദാറ്റ് ഈസ് SLM മെത്തേഡ്, സ്ട്രെയിറ്റ് ലൈൻ വാല്യൂ മെത്തേഡ് ആണ് ഇവിടെ ഫോളോ ചെയ്യേണ്ടത്. അപ്പോ ഒരു അസറ്റ്, ഒരു മൂവബിൾ അസറ്റ് എംപ്ലോയർ എംപ്ലോയിക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ്? വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, പ്രിന്റർ, കാറ്, എനി അതർ അസറ്റ്സ് ഇൻക്ലൂഡിംഗ് ഹൗസ് ഹോൾഡ് അപ്ലയൻസസ്. കമ്പ്യൂട്ടറും ലാപ്ടോപ്പും പ്രിന്റർ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഡിപ്രീസിയേഷന്റെ മെത്തേഡ് WDB, റേറ്റ് 50%. കാറ് മെത്തേഡ് WDB, ഡിപ്രീസിയേഷന്റെ റേറ്റ് 20%. എനി അതർ അസറ്റ്സ് ആണെങ്കിൽ ഡിപ്രീസിയേഷൻ മെത്തേഡ് SLM, റേറ്റ് 10% റെഡ്യൂസ് ചെയ്യിപ്പിക്കുക. അതിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഇനി പറയാം. അപ്പൊ നമ്മൾ മൂവബിൾ അസറ്റിനെ 3 കാറ്റഗറിയായി ഡിവൈഡ് ചെയ്തു, അതിന്റെ ഡിപ്രീസിയേഷന്റെ റേറ്റ് പറഞ്ഞു. ഇനി
അതിന്റെ ടാക്സിബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ എംപ്ലോയിക്ക് ആ വിൽക്കുന്ന അസറ്റിന്റെ ടാക്സിബിൾ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. ആദ്യം അങ്ങോട്ട് എഴുതി വെക്കണം ആക്ച്വൽ കോസ്റ്റ് ടു ദ എംപ്ലോയർ. ഈ എംപ്ലോയർക്ക് ഈ വിൽക്കാൻ പോകുന്ന ഈ അസറ്റ് പണ്ടൊരു വാങ്ങിയിട്ടുണ്ട്, വാങ്ങിയ പ്രൈസ് ഉണ്ട്, ആ പ്രൈസ് അങ്ങോട്ട് എഴുതി വെക്കുക. ആക്ച്വൽ കോസ്റ്റ് ടു എംപ്ലോയർ, എംപ്ലോയിക്ക് ഇത് വാങ്ങാൻ വേണ്ടി ചിലവായിട്ടുള്ള ആക്ച്വൽ കോസ്റ്റ് ഉണ്ട്, അത് ആദ്യം അങ്ങോട്ട് കോട്ട് ചെയ്യാം. ലെസ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ. ഓരോ ഫുള്ളി കംപ്ലീറ്റഡ് ഇയറിന്, ഓരോ വർഷം കംപ്ലീറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും. എന്നാണെന്ന് ചോദിച്ചാൽ ഡ്യൂറിംഗ് വിച്ച് ദ അസറ്റ് വാസ് പുട്ട് ടു യൂസ് ബൈ ദ എംപ്ലോയർ. എന്നാണോ എംപ്ലോയർ ഈ അസറ്റ് പുട്ട് ടു യൂസ് ചെയ്തത് അന്ന് തൊട്ട് ഓരോ ഫുള്ളി കംപ്ലീറ്റഡ് ഇയറിന് വിൽക്കുന്നതിന്റെ അന്ന് വരെ എത്ര ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഉണ്ടോ ആ ഈച്ച് കംപ്ലീറ്റഡ് ഇയറിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പുട്ട് ടു യൂസ് ചെയ്ത് അസറ്റ് വിൽക്കുന്ന അന്ന് വരെ എനിക്കൊരു 2 വർഷവും എനിക്കൊരു 5 മാസവും ആയി. അങ്ങനെയാണെങ്കിൽ അവിടെ ഫുള്ളി കംപ്ലീറ്റഡ് ഇയർ എന്ന് പറയുന്നത് 2 വർഷമാണ്. പിന്നീട് ബാക്കി മൂന്നാമത്തെ വർഷത്തിലേക്ക് വരുമ്പോൾ 5 മാസം ഉണ്ട്. ആ 5 മാസത്തിന് ഒരു കാരണവശാലും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യത്തില്ല. ഈച്ച് കംപ്ലീറ്റഡ് ഇയറിനാണ് അവിടെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. ആ ഡിപ്രീസിയേഷൻ ഇവിടെ റെഡ്യൂസ് ചെയ്യിപ്പിക്കുക. എന്നിട്ട് കിട്ടുന്ന വാല്യൂ ഉണ്ട്, വിളിക്കുന്ന പേര് റിട്ടേൺ ഡൗൺ വാല്യൂ as on the date of sale. സെയിൽ നടക്കുന്നതിന്റെ അന്നത്തെ റിട്ടേൺ ഡൗൺ വാല്യൂ ഉണ്ട്, ആ വാല്യൂ എടുക്കുക. അതിൽ നിന്നും ലെസ് എമൗണ്ട് ചാർജ്ഡ് ഫ്രം എംപ്ലോയി. എംപ്ലോയുടെ കയ്യിൽ നിന്നും ചാർജ് ചെയ്യുന്ന ഒരു എമൗണ്ട് ഉണ്ട്. ഇപ്പൊ സപ്പോസ് ഒരു റിട്ടേൺ ഡൗൺ വാല്യൂ 10,000 rupees ആണ്, ഡിപ്രീസിയേഷൻ ലെസ് ചെയ്ത് 10,000 rupees റിട്ടേൺ ഡൗൺ വാല്യൂ കിട്ടി, 10,000 രൂപ. എംപ്ലോയി 8,000 രൂപ കൊടുക്കുന്നുണ്ട്, 8,000 rupees ഇവിടെ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ബാലൻസ് 2,000 രൂപയുണ്ട്. ആ 2,000 ആണ് വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ്, അതായത് പോസിറ്റീവ് ആണ്. ആ 2,000 പോസിറ്റീവ് ആണ്. 10,000 മൈനസ് 8,000, 2,000 പോസിറ്റീവ് ആയി. തിരിച്ചു വരാം. 10,000 റിട്ടേൺ ഡൗൺ വാല്യൂ, എംപ്ലോയി 12,000 രൂപ കൊടുത്തു, അപ്പോ അവിടെ പെർക്വിസിറ്റ്സ് ഇല്ല, നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആണെങ്കിൽ അവിടെ പെർക്വിസിറ്റ്സ് ഇല്ല. പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടെ പെർക്വിസിറ്റ്സ് ആകുന്നത്. അപ്പോ നമ്മൾ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും പ്രിന്റർ ആണെങ്കിൽ 50% റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. കാർ ആണെങ്കിൽ 20% റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ദെൻ അതർ അസറ്റ്സ് ഇൻക്ലൂഡിംഗ് ഹൗസ് ഹോൾഡ് അപ്ലയൻസ് ആണെങ്കിൽ SLM മെത്തേഡ് പ്രകാരം 10% ഡിപ്രീസിയേഷൻ റെഡ്യൂസ് ചെയ്ത് ഒരു റിട്ടേൺ ഡൗൺ വാല്യൂ കിട്ടും. ആ റിട്ടേൺ ഡൗൺ വാല്യൂ നിന്നും ദാറ്റ് ഈസ് എംപ്ലോയി കൊടുത്ത എമൗണ്ട് ലെസ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന എമൗണ്ട് ഉണ്ട്, വിളിക്കുന്ന പേര് വാല്യൂ ഓഫ് ടാക്സബിൾ പെർക്വിസിറ്റ്സ്. ഇനി ബാലൻസ് പെർക്വിസിറ്റ്സ് പറയാനുണ്ട്, അതിന്റെ നെക്സ്റ്റ് വീഡിയോയിൽ കവർ ചെയ്യാം. താങ്ക് യു സോ മച്ച്.